നമ്മുടെ പ്രൊഫഷണലുകളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്. റിട്ടയർഡ് ആകുമ്പോൾ രണ്ടോ മൂന്നോ വീടുകൾ വാങ്ങി വാടകയ്ക്ക് കൊടുക്കുക. ആ വാടക കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക. കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ? പക്ഷെ റിട്ടയർമെന്റ് കാലത്ത് വാടക വരുമാനം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് എത്ര വലിയ റിസ്ക് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കുന്നത് റിയൽ എസ്റ്റേറ്റ് പ്ലാനുകളും ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാനുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിത ചെലവിനുള്ള വരുമാനത്തിന് വാടക വരുമാനത്തെ ആശ്രയിക്കരുത് എന്ന് നമുക്ക് നോക്കാം. വാടക വരുമാനത്തിൽ 3 തരം റിസ്കുകളുണ്ട്. ഒന്നാമത്തത് ലിക്വിഡിറ്റി റിസ്ക് ആണ്. ഒരു എമർജൻസി വന്നാൽ വാടക വീടിന്റെ ഒരു മുറിയോ മറ്റോ വിറ്റ് കാശാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. വീട് തന്നെ വിൽക്കണം അല്ലേ? അതിന് ചിലപ്പോൾ 6-7 മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കും. ശരിയല്ലേ? രണ്ടാമത്തത് വാടകക്കാരും മെയിന്റനൻസും. വാടകക്കാർ ചിലപ്പോൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കൃത്യമായ വാടക തന്നില്ലെന്നും വരാം. പിന്നെ അതിന്റെ മെയിന്റനൻസ്. എല്ലാ വർഷവും പെയിന്റിങ്, മറ്റ് മെയിന്റനൻസ്, റിപ്പയർ, ഇതിനെല്ലാം നല്ല തുക ചെലവാക്കേണ്ടി വരും. റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ആ പ്രായത്തിൽ ഇതിനെല്ലാം ഓടി നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനുള്ള ആരോഗ്യം ഉണ്ടായെന്ന് വരുമോ? മൂന്നാമത്തത് അൺസർട്ടൈനിറ്റി. ഇക്കണോമി മോശമായാൽ ചിലപ്പോൾ വാടകയ്ക്ക് ആളെ കിട്ടിയില്ലെന്ന് വരാം. കിട്ടിയാൽ തന്നെ കുറഞ്ഞ വാടകയ്ക്ക് കൊടുക്കേണ്ടിയും വന്നേക്കാം. ഇത് നിങ്ങളുടെ മാസ ബജറ്റിനെ തകർത്ത് കളയും. ഇനി ഷെയർ മാർക്കറ്റിലെ ഡിവിഡൻഡിനെ കുറിച്ച് നോക്കാം. കമ്പനികൾക്ക് ലാഭം കുറഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഡിവിഡൻഡ് നിർത്തലാക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിലല്ലാത്ത ഒരു തീരുമാനത്തെയാണ് നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി ആശ്രയിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഇത് ഒരിക്കലും ഗ്യാരണ്ടീഡ് ആവില്ല. ഇവിടെയാണ് ഗ്യാരണ്ടീഡ് ഇൻകത്തിന്റെ പ്രാധാന്യം. ഒരു ഇൻഷുറൻസ് കമ്പനിയുമായോ ഗവൺമെന്റ് സ്കീമുമായോ നിങ്ങൾ കരാറിൽ ഏർപ്പെടുന്നു. മാർക്കറ്റ് താഴ്ന്നാലും രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലായാൽ പോലും നിങ്ങൾക്ക് നിശ്ചിതമായും ഈ തുക കിട്ടുമെന്ന് അവർ ആദ്യമേ തന്നെ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഒരു റിസ്ക് എലിമിനേറ്റർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭക്ഷണത്തിനും മരുന്നിനും അത്യാവശ്യ കാര്യങ്ങൾക്കും ഗ്യാരണ്ടീഡ് ഇൻകത്തിനെ ആശ്രയിക്കുക. യാത്രകൾക്കും മറ്റ് ആഡംബരങ്ങൾക്കും റെന്റൽ ഇൻകം അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻകത്തിനെ ആശ്രയിക്കാം. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വാടക വരുമാനത്തെ ആശ്രയിക്കുന്നത് വളരെ വലിയ റിസ്ക് ആണ്. വാടക വരുമാനം ബോണസ് ആയിരിക്കണം, ബേസിക് ആയിരിക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഉറപ്പുള്ള വരുമാനം കൊണ്ട് നിർമ്മിക്കുക. നിങ്ങളുടെ പ്ലാനിൽ എത്രത്തോളം ഗ്യാരണ്ടീഡ് ഇൻകം തരുന്ന സ്കീമുകൾ ഉണ്ട് എന്നറിയണോ? കമന്റ് ബോക്സിൽ ഇൻകം എന്ന് ടൈപ്പ് ചെയ്തോളൂ. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്